നരസിംഹാവതാര കഥയുടെ ദൃശ്യാവിഷ്കാരത്തിലേക്ക് നിങ്ങൾ ഏവരുടെയും ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. വീര നരസിംഹ, വീര നരസിംഹ, വീര നരസിംഹ. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. എന്താ ത്രൈലോക്യനാഥനായ ഹിരണ്യാസുരന്റെ കൊട്ടാരത്തിൽ നാരായണ മന്ത്രമോ? ധിക്കാരം! ആരാണ് ഈ അശുഭമന്ത്രം ഉച്ചരിക്കുന്നത്? ശോഭിക്കേണ്ട പിതാശ്രീ, ഇത് നാം തന്നെയാണ്, അവിടുത്തെ പുത്രൻ. നമ്മുടെ പുത്രനോ? പ്രഹ്ലാദാ, നമ്മുടെ വർഗശത്രുവിന്റെ നാമം നീ ജപിക്കുന്നതെന്തിന്? വിശ്വപരിപാലകനും സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നവനുമായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ നാമം എങ്ങനെയാണ് അശുഭമാകുന്നത് പിതാശ്രീ? ഹേ പുത്ര, ആ മഹാവിഷ്ണുവും സകല പരിജനങ്ങളും നമ്മുടെ ശക്തിക്ക് മുന്നിൽ പരാജയം സംബന്ധിച്ച് ഭയഭക്തി ബഹുമാനത്തോടെ അടിമകളെ പോലെ കഴിയുന്നവരാണ്. ആ ഭീരുക്കളുടെ തലവനെയാണോ നീ ഭജിക്കുന്നത്? മ്ലേച്ഛം! ഇന്നു മുതൽ സമസ്ത ജീവജാലങ്ങളും ഓം ഹിരണ്യായ നമ നമ എന്ന നാമം മാത്രമേ ഭജിക്കുവാൻ പാടുള്ളൂ. പിതാശ്രീ, ഈ അസുരവംശം തന്നെ ദേവസൃഷ്ടിയല്ലേ? പിന്നെ എങ്ങനെയാണ് അവിടുന്ന് ത്രിലോകനാഥനാകുന്നത്? നീ നമ്മുടെ പുത്രനാണ്, നീയും നമ്മുടെ ആജ്ഞ അനുസരിക്കേണ്ടവനാണ്. അല്ലാത്ത പക്ഷം പുത്രനാണെന്ന പരിഗണന പോലും ഉണ്ടായിരിക്കില്ല. പിതാശ്രീ, അവിടുത്തെ വാക്കുകൾ തന്നെ ഈശ്വരനിന്ദ ഉളവാക്കുന്നതാണ്. ഭഗവാൻ നാരായണന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഞാൻ ഭജിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിന്നെ നാം വധിക്കാൻ പോവുകയാണ്. എവിടെ നിന്റെ ദൈവം? നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുന്നത് നാം ഒന്ന് കാണട്ടെ. പിതാശ്രീ, ഈ തൂണിലും തുരുമ്പിലും സർവചരാചരങ്ങളിലും എന്റെ ദൈവം ഇരിപ്പുണ്ട്. ഈ തൂണിലും നിന്റെ ദൈവം ഇരിപ്പുണ്ടോ? എന്നാൽ നാം അതൊന്ന് കാണട്ടെ. ഇതിലുമുണ്ടോ നിന്റെ ദൈവം? നിന്റെ ദൈവം ഇതിലുമുണ്ടോ? നരസിംഹ